Hello friends, ഇതാണ് നമ്മളുടെ ഐറ്റം. നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പിടികിട്ടുണ്ടോ? പനീറുണ്ട്, ഉള്ളിയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, മിന്റ് ലീഫ് ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളകുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ വെൽക്കം ടു അഡീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ടിക്ക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ടിക്ക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇടത് ഭാഗത്ത് മുകളിലോട്ട് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഒരു പനീർ ടിക്കയാണ്. പക്ഷെ അതേപോലെയല്ല, ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദി പനീർ ടിക്ക. ഹൈദരാബാദി പനീർ ടിക്കയാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈദരാബാദി പനീർ ടിക്ക എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണിക്കാം. സിമ്പിൾ ആയിട്ടുള്ള 2 മസാല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പച്ചമുളകും പുതിനയും അരച്ച് ചേർത്തിട്ടുള്ള മസാലയാണ്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ. അപ്പോൾ ഇത് രണ്ടും നല്ലോണം അരച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്കിത് അരച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ നല്ല ഞാനിപ്പോൾ പഴയ സ്റ്റൈലിൽ നമ്മൾ അമ്മിയിലൊക്കെ വെച്ച് അരച്ചെടുക്കില്ല, അതേ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു കുത്തുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഇതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മുടെ പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പുതിന ഇലയുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ നല്ല ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല പഴയ സ്റ്റൈലിൽ കുത്തി ആണ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിനെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന തരത്തിലുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നല്ല പനീറിലും അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പനീറിലും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഓരോരോ പനീർ എടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. പനീർ പൊതുവെ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവൊക്കെ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടേക്ക് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നും തടവിയതിന് ശേഷം നമുക്ക് അതിനെ മാറ്റി വെക്കാം. അപ്പോൾ പനീറിന് മുകളിൽ നമ്മൾ ഏകദേശം മുഴുവനായും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ഈ ക്യാപ്സിക്കത്തിന് മുകളിൽ അതുപോലെ തന്നെ ഈ ഉള്ളിക്കും ഇതേ മസാല തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ശരിക്കും ഒന്ന് ഈ ഉള്ളിക്കും നമ്മുടെ ക്യാപ്സിക്കത്തിനും തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് ടിക്കയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇന്നത്തെ ടിക്ക ചെയ്തെടുക്കുന്നത് ഓവനിലല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോൾട്ടേജിന് പ്രോബ്ലം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഓവനിലല്ലാണ്ട് സാധാരണ ടിക്ക ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കോർത്ത് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ കോർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിയും ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് കൂടുതൽ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഒന്നിൽ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പനീർ വെച്ച് കൊടുക്കുക, അതുപോലെ ഒരു ക്യാപ്സിക്കം, വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ഒനിയൻ. ഇനി ഈ രീതിയിൽ ഒരു സെറ്റാക്കിയിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പനീറിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വെറും 2 എണ്ണം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൈ ശ്രദ്ധിക്കണം, ഇതിൽ ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ കൈ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ കൈ കുത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ ബാർബിക്യൂവിൻ്റെ സാധനം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പച്ച കീർക്കലുണ്ടാവുമല്ലോ, പച്ച കീർക്കലിൽ തോക്കുക എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുക, കോർത്തിട്ട്. അതാണ് ശരിക്കുള്ള ഒരു ഭാഷ. അതായത് ഇപ്പം നമ്മൾ കണ്ണൂർ നാടൻ ഭാഷയിൽ എന്താണ് കോത്തിട്ട് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പറഞ്ഞാലുണ്ടല്ലോ ഹൈദരാബാദി പനീർ ടിക്ക വരുമ്പോൾ ഗ്രീൻ കളറിലാണ് വേണ്ടത്. ഞാൻ മനഃപൂർവ്വം ആ ഒരു കളർ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് ഒരു റെഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു ഫ്യൂഷൻ ടൈപ്പാക്കി നമ്മുടെ എന്താണ് നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുത്തത്. അതൊരു എന്താണ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു കളറ് ചിലവർക്കൊന്നും പച്ച കളർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു ഗ്രീൻ കളർ റെഡ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഇതാക്കിയിട്ടെടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതിലാണ് ചെയ്തെടുക്കാറ്. പക്ഷേ ഇതിലിപ്പോൾ ആ ഒരു വലിയൊരു പീസാണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് നമ്മൾ അതിൽ ചെയ്യുന്നില്ല. കുറച്ച് വലിയൊരു പാത്രത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് നമുക്ക് സാധനം ആയി കിട്ടും.
അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഹൈദരാബാദി പനീർ ടിക്ക റെഡി ആയിരിക്കുകയാണ്. ഇതാ ഇതൊക്കെ ഒന്ന് നോക്കിയേ നിങ്ങൾ, ഓരോരോ ഉള്ളി കഷ്ണവും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കൊക്കെ നല്ല വെന്ത് നല്ല ഉടഞ്ഞിരിക്കുന്നുണ്ട്, പനീറൊക്കെ വേറെ വേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നാമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഇത്രയേ വേണ്ടൂ. തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. ബൈ.